തിരുവമ്പാടി തവനൂർ സീറ്റ് വച്ചുമാറുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. തവനൂർ സീറ്റ് മുസ്ലിം ലീഗ് ഏറ്റെടുത്തേക്കില്ല. പകരം തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിച്ചേക്കും. ഇന്നലെ രാത്രി നടന്ന ചർച്ചകളിലാണ് ഈ തീരുമാനം മാറിയത് എന്നതാണ് സാഹചര്യം. നേരത്തെയാണ് ഈ സീറ്റുകൾ വച്ചുമാറുക എന്ന ധാരണയിലേക്ക് പൊതുവിൽ മുന്നണി പൊക്കോണ്ടിരുന്നത്. പക്ഷേ അതിലിപ്പോൾ അനിശ്ചിതത്വം ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. CY അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, വച്ചുമാറുന്നതിൽ രണ്ട് വെല്ലുവിളികളുണ്ട്. ഒന്ന്, തവനൂർ സീറ്റ് ലീഗിന് നൽകുമ്പോൾ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൻ്റെ സാന്നിധ്യം കുറഞ്ഞു പോകുന്നു. അവിടെ ചില സാമുദായിക ജാതി പ്രശ്നങ്ങളൊക്കെ പ്രതിഫലിക്കുന്നു. രണ്ട്, തിരുവമ്പാടിയിൽ മറ്റൊരു സാഹചര്യം. എന്താണ് യഥാർത്ഥത്തിൽ ഈ ആലോചനയ്ക്ക് പറ്റിയത്? എന്താണ് തർക്ക വിഷയമായി മാറിയത്? സജിത്ത്, ഇന്നലെ രാത്രി നടന്ന ചർച്ചയിലാണ് ഈ തിരുവമ്പാടി തവനൂർ സീറ്റ് വെച്ച് മാറ്റം ഒഴിവാക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന്, തിരുവമ്പാടിയിലെ സാഹചര്യം തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. തിരുവമ്പാടി സീറ്റ് VS ജോയിക്ക് വേണ്ടി ഏറ്റെടുക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത്. അതിനുവേണ്ടിയാണ് ലീഗിനെ സമ്മർദ്ദപ്പെടുത്തിയതും അല്ലെങ്കിൽ ലീഗുമായിട്ട് തവനൂർ സീറ്റിൽ ധാരണയാക്കിയതും. പക്ഷേ തിരുവമ്പാടിയിൽ വരുന്ന ഭൂരിപക്ഷം വോട്ടർമാർ 47% മുസ്ലിം വോട്ടർമാരുണ്ട്, 27% ക്രിസ്ത്യൻ വോട്ടർമാരുണ്ട്. ഇത്രയും ഈ ഒരു മുസ്ലിം വോട്ടർമാർക്ക് അവിടെയുള്ള സാഹചര്യത്തിൽ അവിടെ മറ്റൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ആ ഒരു കാരണം പറഞ്ഞ് സ്ഥാനാർത്ഥിയെ മാറ്റുന്ന ഒരു സാഹചര്യം വരുന്നത് സാമുദായികമായ സമവാക്യങ്ങൾക്ക് അവിടെ പ്രശ്നമുണ്ടാക്കുന്നു. അത് ലീഗിന് തിരിച്ചടി ഉണ്ടാകും, UDF തിരിച്ചടി ഉണ്ടാകും എന്ന് കണ്ടിട്ടാണ് അത്തരത്തിലൊരു നീക്കത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം. രണ്ടാമതായി, തവനൂർ ലീഗ് ഏറ്റെടുക്കുമ്പോൾ കോൺഗ്രസിലുണ്ടാകുന്ന ആഭ്യന്തര കലാപം അതിൽ നിലവിൽ തന്നെ മലപ്പുറത്ത് 4 സീറ്റ് കോൺഗ്രസിനുള്ളൂ. അതിൽ തവനൂർ പോയി കഴിഞ്ഞാൽ പിന്നെ 3 സീറ്റായി ചുരുങ്ങും. ഇത് വലിയ തോതിൽ തന്നെ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ ഒരു ഭൂരിപക്ഷം മാത്രമായി ഈ ഒരു തവനൂരിലെ മലപ്പുറം മാറുന്നു എന്നുള്ളൊരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ ഈ രണ്ട് കാര്യങ്ങൾ അത് ഈ ഒരു ഘട്ടത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാകും എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വെച്ചുമാറ്റത്തിൽ നിന്നും UDF മുസ്ലിം ലീഗും കോൺഗ്രസും പിന്മാറിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഇപ്പോൾ PMA സലാം ഈ യോഗത്തിനായിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. സജിത്ത്, ഒരു നിമിഷത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ലീഗിൻ്റെ നിർണായക യോഗത്തിനായിട്ടാണ് PMA സലാം അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്ന് ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് PMA സലാമിൻ്റെ പ്രതികരണം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. സജിത്ത്, എന്തായാലും PMA സലാം അടക്കമുള്ളവർ പ്രതികരിക്കട്ടെ. ഒരു കാര്യം വ്യക്തമാണ്, തിരുവമ്പാടി തവനൂർ സീറ്റുകൾ പരസ്പരം വെച്ചുമാറുക എന്നത് ഒരു സൊല്യൂഷനായിരുന്നു. കാരണം തിരുവമ്പാടിയിൽ VS ജോയി എന്ന മലപ്പുറത്തെ DCC പ്രസിഡന്റ് ഇതുവരെ നൽകാത്ത ഒരു പരിഗണന അദ്ദേഹത്തിന് നൽകേണ്ടി വരുന്നു. അപ്പോൾ അവിടെ നൽകാം, തിരുവമ്പാടി നൽകാം. തിരുവമ്പാടിയിലെങ്കിൽ അത് കോഴിക്കോട് ജില്ലയിലെ സീറ്റാണെങ്കിൽ കൂടിയും ലീഗ് മത്സരിക്കുന്ന സീറ്റാണ്, മലയോര കർഷകർ കൂടുതലുള്ള സീറ്റമാണ്, ക്രൈസ്തവ വിഭാഗത്തിന് സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ ഒരു മാറ്റം ലീഗിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കുക എന്ന പ്രപ്പോസൽ. അതേസമയം തവനൂർ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുകയാണ്. കഴിഞ്ഞ തവണ ചില സ്വതന്ത്ര പരീക്ഷണമൊക്കെ നടത്തിയ ഇടമാണ്. ഇത്തവണ അവിടെ മാറി പരീക്ഷണമാണ് ആലോചിച്ചത്. പക്ഷേ അതിൽ വെല്ലുവിളി ഉണ്ടാകുന്നു എന്നതാണ് അനുമോദ് പറയുന്ന സൂചന. ഇപ്പോൾ ലീഗിന്റെ നിർണായകമായ യോഗം ഇന്ന് ചേരുകയാണ്. കൂടിയാലോചനകൾ നടക്കുകയാണ്. ലീഗിന്റെ പ്രഖ്യാപനം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. PMA സലാം നിലവിലെ സാഹചര്യങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു. എന്താണ് തിരുവമ്പാടിയിലും തവനൂരിലും സംഭവിച്ചു എന്ന കാര്യത്തിലും PMA സലാം വ്യക്തത വരുത്തുമെന്ന് കരുതാം. തുടങ്ങാല്ലേ? നിങ്ങളൊക്കെ അറിയുന്നാവുന്ന പോലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തെ പാർട്ടി ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് ആ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികളെയും മുതിർന്ന നേതാക്കളെയുമായി അദ്ദേഹം അഭിപ്രായ ആശയവിനിമയം നടത്തി. ഇന്ന് മുസ്ലിം ലീഗിൻ്റെ MLA മാരെയും പ്രധാനപ്പെട്ട മലബാറിലെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെയുമാണ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. ആ ചർച്ച ഇന്നത്തോടു കൂടി പൂർത്തിയാകും. അത് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും. ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ തീരുമാനം എടുക്കുക. ഏതായാലും വൈകില്ല, ഒന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ നാളേക്ക് അപ്പുറം പോകില്ല. ഒക്കെ പൂർത്തിയായി, ഒക്കെ തീർന്നു. ഒരു തർക്കമില്ല. വളരെ സ്നേഹത്തിലും പരസ്പര വിശ്വാസത്തിലും അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇല്ല, തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് മത്സരിക്കും. മറ്റ് 2 സീറ്റുകൾ
ഞങ്ങൾ ഇന്നത്തോടു കൂടി ചെയ്യും. പ്രശ്നങ്ങളൊന്നുമില്ല. തിരുവമ്പാടി ഇപ്പോഴത്തെ ഇന്നലെ രാത്രിയോടുകൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചു മുസ്ലിം ലീഗിൻ്റെ മത്സരം. അല്ല, അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടൊരു പദവിയിലാണ്. ആ പദവിയിൽ തുടരണമെന്നാണ് ബഹുമാനപ്പെട്ട തങ്ങളടക്കമുള്ള നേതാക്കന്മാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം ഇനി മുസ്ലിം ലീഗിനെയും UDF-നെയും അധികാരത്തിലേറ്റുക, മുസ്ലിം ലീഗിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ MLA-മാരെ ഉണ്ടാക്കി കൊടുക്കുക. ഈ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ. മറ്റൊരു കാര്യം, നിങ്ങൾ വെറുതെ ഏതെങ്കിലും മണ്ഡലത്തിൽ എൻ്റെ പേര് പറഞ്ഞ് നിങ്ങളുടെ വിശ്വാസ്യത തകർക്കേണ്ട. ഞാൻ മത്സരത്തിൽ രംഗത്തുണ്ടാവില്ല. ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് തങ്ങളോടൊക്കെ ഞാൻ എൻ്റെ താല്പര്യം അറിയിച്ചിട്ടുണ്ട്. എനിക്ക് ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് ഏറ്റവും വലുതായും ഉന്നതമായും തോന്നുന്നത്. തങ്ങളൊക്കെ അത് സമ്മതിച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. തിരുവമ്പാടി പാർട്ടി ചിഹ്നത്തിലാവും മത്സരിക്കാം. അതൊക്കെ പാർട്ടി ചിഹ്നത്തിലല്ലാതെ പാർട്ടി പിന്നെ ഏത് ചിഹ്നത്തിലാണ് മത്സരിക്കുക? മുസ്ലിം ലീഗ് മത്സരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, അത് രണ്ട് മണ്ഡലവും, പിന്നെ പുനലൂരാണെങ്കിലും കോങ്ങാടാണെങ്കിലും പിന്നെ കോൺഗ്രസ്സിന് താല്പര്യമുണ്ട്, അവരെടുത്തിട്ടുണ്ട്. കോങ്ങാടൊക്കെ അവർ സ്ഥാനാർത്ഥിയെ പോലും നിശ്ചയിച്ചിട്ടുണ്ട്. പകരം തരാനുള്ള സീറ്റിനെ കുറിച്ച് ഞങ്ങളും അവരും തമ്മിലുള്ള ചർച്ചകൾ ഇന്നത്തോടു കൂടി പൂർത്തിയാവും. അത് ആവശ്യപ്പെടുന്നത് പറയാൻ വഴിയില്ലല്ലോ. തീരുമാനമായിട്ട് പറയാം. യെസ്, എന്തായാലും ഒരു കാര്യം വ്യക്തമാകുന്നു, 2 സീറ്റുകളിൽ മാറ്റമുണ്ടാകും. കോങ്ങാടും പുനലൂരിലും മാറ്റമുണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാം. അതാണ് പറയുന്നത്. അതേസമയം തിരുവമ്പാടി, അനുമോദ് പറഞ്ഞ പോലെ തിരുവമ്പാടിയില്ല. അനുമോദ്, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലേ? കോങ്ങാട് നമ്മൾ നേരത്തെ തന്നെ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്, ആ സൂചനകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കോങ്ങാടിലും പുനലൂരിലും ഇത്തവണ മാറ്റമുണ്ടാകുമെന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറി പറയുന്നത്, അല്ലേ? തീർച്ചയായും നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നത്. കോങ്ങാടും പുനലൂരും വെച്ച് മാറുമെന്ന് നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ തിരുവമ്പാടി ലീഗ് മത്സരിക്കും, ലീഗ് പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥി ആരാണെന്നുള്ള ചർച്ചകൾ ഇന്ന് പൂർത്തിയാകുന്നതോടെ ആ കോൺഗ്രസുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഇന്നത്തോടെ തന്നെ പൂർത്തിയാകുന്നു. ഇവിടെ ഒരു പ്രധാനമായി പരിഹരിക്കേണ്ട ഒരേ വിഷയം കോങ്ങാടിന് പകരം ഏത് എന്നുള്ളതാണ്. 2 മണ്ഡലങ്ങൾ ചർച്ചയിൽ വന്നിരുന്നു, നാട്ടികയും അതുപോലെ തന്നെ ബാലുശ്ശേരിയും. ഇത് സംബന്ധിച്ച് കോൺഗ്രസുമായിട്ടൊരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. അതുമാത്രമാണ് ഈ സീറ്റ് വെച്ച് മാറ്റത്തിൽ ഇനി പൂർത്തീകരിക്കേണ്ടതായുള്ള ഒരേ ഒരു ചർച്ച. തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗും തവനൂരിൽ കോൺഗ്രസും മത്സരിക്കുന്ന കാര്യത്തിൽ ഇതോടെ കൃത്യമായ ഒരു ധാരണയായിട്ടുണ്ട്. സജിത്ത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും മുസ്ലിം ലീഗിൻ്റെ നിർണായകമായ ചർച്ചകൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അതാണിപ്പോൾ തീരുമാനമുണ്ടാവുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ലീഗ് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കോൺഗ്രസുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. തിരുവമ്പാടി ഒപ്പം തവനൂർ സീറ്റുകളിൽ ഒന്നും വെച്ചുമാറ്റമില്ല. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.